ഹായ് എവരിവൺ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ എബി പുതുപ്പറമ്പിൽ. ഇന്ന് നമ്മൾ എന്താ പറയുക, പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. ഇന്നത്തെ വീഡിയോക്കകത്ത് നമ്മൾ ഈസി ആയിട്ട് എങ്ങനെ ഓസ്ട്രേലിയയിൽ PR കിട്ടും, അതായത് ഓസ്ട്രേലിയ PR കിട്ടുന്ന ട്രേഡ് കോഴ്സസ്, അതായത് 1 to 2 ഇയേഴ്സിനുള്ളിൽ PR കിട്ടാൻ ചാൻസ് ഉള്ള ഓസ്ട്രേലിയ കോഴ്സസിനെ പറ്റി സംസാരിക്കാനാണ് നമ്മൾ വന്നേക്കുന്നത്. അത് നമ്മൾ പറയുന്നത് വെച്ചാൽ ഓസ്ട്രേലിയ നമുക്ക് ഇങ്ങനെയുള്ള കോഴ്സ് വെച്ചാൽ കാർപ്പൻട്രി, അങ്ങനെ ഓസ്ട്രേലിയ എന്ന് വെച്ചാൽ ബിൽഡിംഗ് സെക്ടറിലും, അതായത് റെന്റ് കാര്യങ്ങളൊക്കെ ഓസ്ട്രേലിയ ഉള്ള ആൾക്കാർക്ക് അറിയാം, റെന്റൽ ക്രൈസിസും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നേരിടുന്ന ഒരു രാജ്യമാണ് ഓസ്ട്രേലിയ. അതുകൊണ്ട് കൺസ്ട്രക്ഷൻ മേഖല ഓസ്ട്രേലിയ നല്ല രീതിയിൽ ലൈവാണ്. പുതിയ പുതിയ കൺസ്ട്രക്ഷൻസ് കാര്യങ്ങൾ ഒക്കെ ഓസ്ട്രേലിയ വളരെയധികം നടക്കുന്നുണ്ട്. ഇപ്പോൾ ഇനിയിപ്പോൾ ഇതിൻ്റെ അത് എന്തെങ്കിലും ഞാൻ പറയുന്ന കാര്യങ്ങൾ തിരുത്താറുണ്ട്, മുമ്പത്തെ വീഡിയോസ് ഞാൻ പറയാറുള്ളത് തന്നെ ഉറപ്പായിട്ട് നിങ്ങൾ കമന്റ് ചെയ്യാം. നിങ്ങളുടെ കമന്റ് മറ്റുള്ളവർക്ക് യൂസ്ഫുൾ ആവും. ഞാൻ എൻ്റെ പുതിയ വീഡിയോ വരുമ്പോൾ അത് ഞാൻ തിരുത്തി പറഞ്ഞായിരിക്കും. കാരണം ഞാൻ കളയുന്ന ഡേറ്റാസ് യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം, പിന്നെ അതുകൂടാതെ തന്നെ നമുക്ക് എന്താ പറയുക, ഓൺലൈൻ മാധ്യമങ്ങൾ, ഓസ്ട്രേലിയയിലുള്ള ആൾക്കാരെന്ന് പറയുമ്പോൾ തന്നെയാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. കാരണം ഓൺലൈൻ മീഡിയ നമ്മൾ കണക്ട് ചെയ്യുന്ന ഡീറ്റെയിൽസിനേക്കാളും ഓസ്ട്രേലിയ ഉള്ള ആൾക്കാരാണ്. ഓരോരുത്തരുടെ പേഴ്സണലൈസ്ഡ് അനുഭവങ്ങളാണ് അവർ അവരുടെ ചാനലുകളിൽ. നമ്മൾ പക്ഷേ ഒരു ജനറൽ ഐഡിയ ആണ് കൊടുക്കുന്നത് എല്ലാ കാര്യങ്ങളെ പറ്റി. നമ്മൾ നമ്മുടെ വീഡിയോസ് നോക്കി കഴിഞ്ഞാൽ ഞാൻ എന്റെ അനുഭവം അല്ല പറയുന്നത്, ഇതൊക്കെയാണ് ഓസ്ട്രേലിയയിലെ ഒരു സ്റ്റുഡന്റിന്റെ സിറ്റുവേഷൻസ്. വിത്ത് നമ്മൾ ഒത്തിരി ആൾക്കാരുടെ നമ്മൾ റിസർച്ച് നടത്തിയിട്ടാണ് നമ്മൾ വീഡിയോസ് കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെച്ചാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പൊ നമ്മളുടെ വീഡിയോക്ക് നമ്മൾ പറയാൻ വന്നത് കഥയിലേക്ക് പോയി നേരത്തെ നമ്മൾ പറയാൻ വന്നത് വെച്ചാൽ ഓസ്ട്രേലിയയിൽ PR കിട്ടുന്ന ട്രേഡ് കോഴ്സുകളാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. അതായത് ചെറിയ ഡ്യൂറേഷനിൽ പഠിക്കുന്ന ട്രേഡ് കോഴ്സുകൾ. അപ്പൊ നമ്മൾ അങ്ങനെ വരുവാണെന്നുണ്ടെങ്കിൽ ട്രേഡ് കോഴ്സുകളെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റിയ ട്രേഡ് കോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർപ്പൻട്രി ആണ് ട്രേഡ് കോഴ്സ്. നമ്മൾ ഫസ്റ്റ് ആയിട്ട് പറയാൻ വന്ന കോഴ്സുകൾ. $60 എന്താ പറയുക ഡോളേഴ്സോളം പെർ അവറോളം പേ വരുന്ന ട്രേഡ് കോഴ്സുകളുണ്ട്. അതിന്റെ പേയ്മെന്റ് വെച്ചാൽ നമ്മളിപ്പോ എന്താ വെച്ചാൽ ഈ ഒരു പാർട്ട് 1 പാർട്ട് 2 ആയിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. ആദ്യം ഒരു 5 ട്രേഡ് കോഴ്സുകളും പിന്നെ ഒരു 5 ട്രേഡ് കോഴ്സിനെ പറ്റി നമ്മൾ പറഞ്ഞു. കാർപ്പൻട്രി എന്ന് പറഞ്ഞാൽ 1 to 2 ഇയേഴ്സ് ആണ് കോഴ്സിന്റെ ഡ്യൂറേഷൻ വരുന്നത്. 1 വർഷം മുതൽ 2 വർഷം വരെ ദൈർഘ്യമുള്ള കോഴ്സുകളാണ് കാർപ്പൻട്രിയിലുള്ളത്. അതുകൊണ്ട് വെച്ചാൽ $10,000 ടു ഓസ്ട്രേലിയൻ ഡോളർ ടു $20,000 ഓസ്ട്രേലിയൻ ഡോളറാണ് അതിന്റെ ഒരു ആവറേജ് ഫീസും കാര്യങ്ങളും വരുന്നത്. ഈ ഫീസും കാര്യങ്ങളും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ ഏരിയയിലാണ് നിങ്ങൾ താമസിക്കുന്നത് എന്നുണ്ടെങ്കിൽ എന്താ പറയാ, അവിടെ ഫീസും കാര്യങ്ങളും കുറവായിരിക്കും. നേരെ മറിച്ച് നിങ്ങൾ മെൽബൺ പോലുള്ള സിറ്റിയിൽ ഒരു കോഴ്സ് ചെയ്യാൻ പോകണമെങ്കിൽ ഫീസ് കൂടുതലായിരിക്കും. ഡിപ്പെൻസ്. നിങ്ങൾ ലണ്ടനിൽ ഒരു കോഴ്സ് ചെയ്യുന്നതും മാഞ്ചസ്റ്ററിൽ ഒരു കോഴ്സ് ചെയ്യുന്ന വ്യത്യാസം UK കേസിലുള്ള പോലെ തന്നെയാണ്. ഇപ്പൊ നമ്മൾ ഓസ്ട്രേലിയയിലാണ് നിങ്ങൾ മെൽബണിലോ സിഡ്നിയിലോ ബ്രിസ്ബെയിനിലോ ഒരു കോഴ്സ് ചെയ്യുന്ന പോലെ ആയിരിക്കത്തില്ല, കുറച്ച് മാറി വരുന്നത്. പിന്നെ ഓസ്ട്രേലിയ യൂണിവേഴ്സിറ്റീസ് ലെവൽ 1 ലെവൽ 2 യൂണിവേഴ്സിറ്റി ലെവലും കാര്യങ്ങളൊക്കെ ഉണ്ട്. റീജിയണൽ ഏരിയ ഇതിനെ പറ്റിയൊക്കെ നമ്മൾ വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ ഉറപ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. കൂടാണ് നിങ്ങൾ ഓസ്ട്രേലിയക്ക് പോകാൻ എന്താ പറയുക 2 വർഷത്തിലോ 1 വർഷത്തിലോ 6 മാസത്തിലോ പ്ലാൻ ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ ചാനൽ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ട ഇൻഫർമേഷൻസ് കിട്ടും. പിന്നെ നിങ്ങളുടെ അഡ്മിഷൻസും കാര്യങ്ങളും നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഡിസ്ക്രിപ്ഷൻ നമ്മൾ കൊടുക്കുന്ന കോൺടാക്ട് നമ്പറിലേക്ക് നിങ്ങൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് നമ്മൾ പറയുന്ന ഓരോ വീഡിയോക്കത്തുള്ള ഓരോ കാര്യങ്ങളുള്ള സർവീസസ് നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടുന്നതായിരിക്കും. പിന്നെ നമുക്ക് വെച്ചാൽ നമ്മൾ കാർപ്പൻട്രിനെ പറ്റിയാണ് പറയുന്നത്. പെർ അവർ ഒരു $50 to $70 കിട്ടും. കാർപ്പൻട്രി എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ വീടുകളുടെ കൺസ്ട്രക്ഷനും കാര്യങ്ങളും വരുന്നുണ്ട്. കാർപ്പൻട്രി നമ്മൾ ബേസിക് ആയിട്ട് പഠിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ കാർപ്പൻറ്ററിന്റെ ജോലി, അതായത് പുതിയ ഫർണിച്ചർ ഉണ്ടാക്കുക, പുതിയ വുഡ് വർക്ക്സ് കാര്യങ്ങൾ, ഡോറ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ കാർപ്പൻട്രി പഠിക്കാൻ ജനറൽ ആയിട്ട്. അപ്പൊ കാർപ്പൻട്രി ആയിട്ട് താല്പര്യമുള്ളവർക്ക് ഒരു ട്രേഡ് കോഴ്സ് ഓസ്ട്രേലിയക്ക് എടുത്തു പോകാൻ PR ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു കോഴ്സാണ്. അതുപോലെ വെച്ചാൽ അടുത്തെന്ന് വെച്ചാൽ ഇലക്ട്രീഷ്യനാണ്. ഇലക്ട്രീഷ്യനും ഓസ്ട്രേലിയയിലുള്ള നമുക്കറിയാം, ഇത്രയും വലിയ രാജ്യത്ത് എന്താ പറയുക, ഇലക്ട്രീഷ്യൻസിന്റെ ആവശ്യം വളരെയധികം കൂടുതലുണ്ട്. കൺസ്ട്രക്ഷൻസ് നടക്കുമ്പോഴും ഈ റെന്റൽ ക്രൈസിസിന്റെ കാരണം കൊണ്ട് മുന്നോട്ട് വരുമ്പോഴും എന്താ പറയാ, ഈ ഇലക്ട്രീഷ്യൻസിന്റെ ആവശ്യം കൂടുതലാണ്. എന്താ പറയാ, ഒബിയസ്ലി നമുക്കൊരു $35 to $60 പെർ അവർ എന്താ പറയാ ഇതുകൂട്ട് നമുക്ക് പേയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൂടാതെ 22 എന്താ പറയാ $30,000 പെർ എന്താ പറയാ ഫീസും കാര്യങ്ങളും നമുക്ക് പെർ ഇയറിലേക്ക് വരുന്നുണ്ട്. അതുകൂടാതെ തന്നെ 1 to 2 ഇയേഴ്സിന്റെ തന്നെ കോഴ്സസ് നമുക്ക് അവൈലബിൾ ആണ്. ഫീസും കാര്യങ്ങളും വേരിയബിൾ ആയിട്ട് വരുന്നത് പല യൂണിവേഴ്സിറ്റീസും പല ഇതും എന്ന് വെച്ചാൽ നമുക്ക് അങ്ങനെ വ്യത്യാസം വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ എന്താ പറയുക ഇലക്ട്രീഷ്യനും വളരെയധികം സാധ്യതയുള്ള കോഴ്സാണ്. പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ കോഴ്സ് എന്ന് പറഞ്ഞാൽ ബ്രിക്ക് ലയർ, അതായത് നമുക്ക് കൺസ്ട്രക്ഷൻ മേഖലയായിട്ട് ബന്ധപ്പെട്ട് കൺസ്ട്രക്ഷൻ മേഖല നമുക്ക് നോക്കിയാൽ തന്നെ അറിയാം. ആദ്യം നമ്മളിപ്പോൾ പറഞ്ഞ 3 കോഴ്സുകൾ, അതായത് ഇലക്ട്രീഷ്യൻ നമ്മൾ പറഞ്ഞു, കാർപ്പൻറ്റർ പറഞ്ഞു, ബ്രിക്ക് ലെയർ പറഞ്ഞു, ഈ 3 കോഴ്സും 1 to 2 വർഷത്തെ ഉള്ള ഒരു വർഷത്തിൽ തീരുന്ന കോഴ്സുകളാണ്. അതുപോലെ തന്നെ ഫീസും എന്താ പറയുക $10,000 $20,000 $30,000 ഡോളേഴ്സിനുള്ളിൽ ഒരു ഫീസാണ്. അതൊരു വലിയ ഫീസായിട്ട് നമുക്ക് കണക്കൂട്ടുന്ന ആവശ്യമില്ല. അപ്പൊ അതുകൂടാന്ന് വെച്ചാൽ നമുക്ക് ബ്രിക്ക് ലെയറിന് ഒരു എന്താ പറയാ പെർ അവർ പേ വരുന്നത് വെച്ചാൽ $45 to $65 ആണ്. ഇതിന്റെ ഒരു ഗുണം എന്ന് വെച്ചാൽ വൺസ് നിങ്ങൾ എന്താ പറയുക 2 വർഷം എക്സ്പീരിയൻസ് ആയി കൺസ്ട്രക്ഷൻ വർക്കിൽ, അല്ലെങ്കിൽ എന്താ പറയാ വീട് പരമണിയായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെറിയ ചെറിയ കോൺട്രാക്ടുകൾ എടുത്ത് ചെയ്യാനും നിങ്ങൾക്ക് ഫ്യൂച്ചറിലേക്ക് അത്യാവശ്യം ഡെവലപ്പ് ആവാനും പറ്റിയതും PR ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു കോഴ്സാണ് ഈ ബ്രിക്ക് ലെയർ എന്ന് പറഞ്ഞ കോഴ്സ്. അതുകൂടാതെ അടുത്ത കോഴ്സ് പറഞ്ഞാൽ പെയിന്റിംഗ് ആൻഡ് ഡെക്കറേഷൻ. പെയിന്റിംഗ് അതും കൺസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ട ഒരു സംഭവം തന്നെയാണ്. പെയിന്റിംഗ് നമ്മുടെ വീട് പെയിന്റിംഗ്, വീടിലെ ഡെക്കറേഷൻ വർക്ക്സ് കാര്യങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ജോലി. ഇതും നിങ്ങൾക്ക് PR ഫ്രണ്ട്ലി ആയിട്ടുള്ള കോഴ്സാണ്. നിങ്ങൾക്ക് മുന്നോട്ട് പോകുമ്പോഴത്തേക്കും ഗുണകരമായ ഒരു കോഴ്സാണ്.
അപ്പൊ അതും നിങ്ങൾക്ക് എടുത്തു കഴിഞ്ഞാലും പെയിന്റിങ് കാര്യങ്ങൾ നിങ്ങൾ പഠിച്ച അത്യാവശ്യം ടീമും കാര്യങ്ങളൊക്കെ ആയിട്ട് ഗ്രൂപ്പായിട്ട് പെയിന്റിംഗ് വർക്സും കാര്യങ്ങളൊക്കെ എടുത്ത് ചെയ്യുന്ന ഒരു രീതിയിലേക്ക് നിങ്ങൾക്ക് വളർന്നു വരാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ ഫ്യൂച്ചറിൽ PR ഒക്കെ ആയിട്ട് അത് നിങ്ങൾക്ക് ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതിന് നമുക്ക് പേയ്മെന്റ് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ $40 to $60 ഡിപ്പെൻസ് ഓൺ നിങ്ങളുടെ എക്സ്പീരിയൻസും കാര്യങ്ങളും വെച്ചാണ് അതിന്റെ പേയ്മെന്റും കാര്യങ്ങളും. അടുത്ത അഞ്ചാമത്തെ പറഞ്ഞാൽ AC മെക്കാനിക് ആൻഡ് ഫ്രിഡ്ജ് മെക്കാനിക്. അതായത് നമുക്ക് AC മെക്കാനിക് ഫ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമുക്ക് ഈ വീട്ടിൽ തന്നെ ഇരിക്കുന്നുണ്ട് എത്ര വലിയ ഫ്രിഡ്ജ്. പുറത്ത് ഏത് രാജ്യത്താണെങ്കിൽ ആൾക്കാർ ഫ്രിഡ്ജിനെ ആശ്രയിച്ച് ഇല്ലാത്തൊരു സ്ഥലമില്ല. അപ്പൊ അതുകൂടാതെ തന്നെ ഓസ്ട്രേലിയ ആണെങ്കിൽ എല്ലാ വീടുകളും സെൻട്രലൈസർ AC കാര്യങ്ങൾ വരുന്നതാണ്. സമ്മർ ടൈം കൂടുതലുള്ളതുകൊണ്ട് AC കാര്യങ്ങൾ വരുന്ന വീടുകളാണ് ഓസ്ട്രേലിയ കൂടുതലായിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് അവിടെ എന്താ പറയുക, ഈ ഒരു AC മെക്കാനിക്കിനുള്ള സ്കോപ്പ് വളരെയധികം തന്നെയാണ്. അത് നമുക്ക് പെർ അവർ പേയും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ വരുന്നുണ്ട്. അപ്പോൾ AC മെക്കാനിക് എന്ന് പറഞ്ഞ ഒരു കോഴ്സ് എടുത്ത് ഓസ്ട്രേലിയയിലേക്ക് നിങ്ങൾക്ക് പോകാൻ അവസരം ഉണ്ടെങ്കിലും നല്ലതാണ്. ഇത്തരത്തിലുള്ള കോഴ്സിനെ പറ്റി കൂടുതൽ അറിയാൻ താല്പര്യം ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കോഴ്സ് നിങ്ങൾ എലിജിബിൾ ആണോ എന്നറിയാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്ന കോൺടാക്ട് നമ്പർ ത്രൂ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അത് വെച്ച് നിങ്ങൾ എന്താ പറയാ നമ്മുടെ കോഴ്സും കാര്യങ്ങളും യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് അഡ്മിഷൻ എടുത്തു തരാനും മറ്റു കാര്യങ്ങൾക്ക് നമുക്ക് സാധിക്കുന്നതാണ്. ഉറപ്പായിട്ട് നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളോടെ നമ്മളെ കോൺടാക്ട് ചെയ്യാം. നമ്മൾ ഇന്നിപ്പോ പറഞ്ഞ 5 കാര്യങ്ങളും കൺസ്ട്രക്ഷനും വീടുമായിട്ടുള്ള ബന്ധപ്പെട്ടാണ്. ഇതാണ് ഓസ്ട്രേലിയ എന്താ പറയുക എമർജിംഗ് ആയിട്ടുള്ള ഒരു പറയാം. ഓസ്ട്രേലിയ ഉള്ള നിങ്ങൾക്ക് ആൾക്കാർക്ക് ആർക്കാണെങ്കിലും അറിയാം ഈ റെന്റൽ ക്രൈസിസും കാര്യങ്ങളൊക്കെ മുന്നിൽ നിൽക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള കോഴ്സുകൾക്കുള്ള PR-ഉം കാര്യങ്ങളൊക്കെ ഈസി ആയിട്ട് ഇന്നൊരു 5 കോഴ്സുകളാണ്. ഇനിയുള്ള കോഴ്സുകൾ നമ്മൾ അടുത്തൊരു പാർട്ട് 2 ആയിട്ട് നമ്മൾ ഉറപ്പായിട്ട് ചെയ്യുന്നതായിരിക്കും. അടുത്തൊരു 5 കോഴ്സസും കൂടെ മൊത്തം 10 കോഴ്സസ് ആണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്.